സ്റ്റാൻലിയെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഗോവർദ്ധനൻ ബാലചന്ദ്ര മേനോനോട് ചോദിക്കുകയാണ്, നമ്മൾ എന്തിനാണ് ഇത്രയും ദൂരം വന്ന് ഇയാളെ കണ്ടത്? വന്ന കാര്യമൊക്കെ നടന്നോ? അലീനയെ സേഫായിട്ട് എവിടെയെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ടില്ല നമ്മൾ ഈ യാത്ര പുറപ്പെട്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ബാലചന്ദ്ര മേനോൻ ഗോവർദ്ധനനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാമെന്ന് പറഞ്ഞു. റൂമിലെത്തിയിട്ട് ഞാൻ എല്ലാം പറയാം, പക്ഷേ കേൾക്കുമ്പോൾ നിൻ്റെ മനസ്സ് വിഷമിക്കും. നിനക്ക് ടെൻഷൻ അടിക്കണോ അതോ കേൾക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, കുഴപ്പമില്ല, എന്തായാലും എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരു റൂം എടുത്തിട്ട് വിശ്രമിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധനൻ ചോദിച്ചു, ബാലേട്ടൻ എല്ലാം എന്നോട് തുറന്ന് പറയാമെന്നല്ലേ പറഞ്ഞത്, എന്താ പറയുന്നില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ബാലചന്ദ്ര മേനോൻ എല്ലാം പറയാൻ റെഡിയായി. ഈ സ്റ്റാൻലി ജോസഫിനെ ബാലേട്ടന് നേരത്തെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ബാലചന്ദ്ര മേനോൻ പറഞ്ഞത്, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത് എന്നാണ്. അപ്പോൾ ഗോവർദ്ധന അത്ഭുതമായി. പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇയാളെ കാണാൻ വന്നത്? അത് വൈജയന്തിക്കാണ് അയാളെ കൂടുതൽ അറിയാവുന്നത്. പിന്നെ ഗംഗാധര മേനോനും ശിവേട്ടനും രാജീവനും അറിയാം. ഗംഗാധര മേനോൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ് ഈ സ്റ്റാൻലി ജോസഫ്. ഗംഗേട്ടൻ്റെ ഭാര്യ പ്രസവിച്ച് കിടന്നപ്പോൾ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാണ് വൈജ കുറച്ച് നാൾ അവിടെ പോയി നിന്നത്. അങ്ങനെ ഇവർ തമ്മിൽ പരിചയമായി. വൈജയന്തി തിരിച്ച് നാട്ടിലേക്ക് പോയപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി സ്റ്റാൻലി കൊടുത്തയച്ചു. അതാണ് അലീന. അപ്പോൾ അതിൻ്റെ അമ്മ, അത് വൈജയന്തിയാണ് അവളുടെ അമ്മ. ഗോവർദ്ധനൻ കേട്ടത് വിശ്വസിക്കാനാവാതെ ബാലചന്ദ്രനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താ ബാലേട്ടൻ പറയുന്നത്? ഇതൊക്കെ സത്യമാണോ? വൈജേച്ചിയാണോ അലീനയുടെ അമ്മ? അപ്പോൾ സ്റ്റാൻലിയുടെയും വൈജേച്ചിയുടെയും മകളാണോ അലീന? ബാലേട്ടൻ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെയാണ് ഗോവർദ്ധനൻ ചോദിക്കുന്നത്. ബാലചന്ദ്ര മേനോൻ പറയുകയാണ്, നീ ഒന്നും വിശ്വസിക്കേണ്ട, ഞാനിത് കള്ളം പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടു കൂടി അകത്തേക്ക് കയറി പോവുകയാണ്.